നാട്ടുകാരൊക്കെ പറയുന്നത് കഴിഞ്ഞ 2015 പ്രളയത്തിന് കയറിയ ചെളിയും മണ്ണും ഒന്നും നീക്കം ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഒറ്റ മഴയിൽ ഇത്രയും വെള്ളം കയറിയതെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അതെന്തുകൊണ്ട് നീക്കം ചെയ്തില്ലാന്ന് ചോദിക്കുന്നത്? അത് തെറ്റാണ്. 2019 2020 റൂം ഫോർ റിവർ എന്ന് പറഞ്ഞൊരു സ്കീം തന്നെ സർക്കാർ നടപ്പിലാക്കി. ആ സ്കീം ചില വിദേശ രാജ്യങ്ങളിൽ നടപ്പാക്കിയ സ്കീമാണ്. അതനുസരിച്ച് അത് നടപ്പാക്കിയതിനകത്ത് ചില അപാകതകൾ വന്നു എന്നുള്ളത് ശരിയാണ്. കാരണം ആറ്റിലെ മണ്ണ് അത് കരക്കിട്ടു, മുഴുവൻ വാരി കരക്കിട്ടു. പക്ഷേ കരയിലിട്ട മണ്ണ് അടുത്ത വെള്ളപ്പൊക്കത്തിൽ ആറ്റിലേക്ക് തന്നെ പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും 2020 വെള്ളപ്പൊക്കം ഇല്ലാതാക്കാൻ റൂം ഫോർ റിവർ എന്ന പദ്ധതി സഹായിച്ചു. അങ്ങനെയുള്ളൊരു പദ്ധതി ഇത്തവണ ഉണ്ടായിട്ടില്ല, ഗവൺമെന്റ് ആലോചിച്ചിട്ട് പോലുമില്ല. അതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചത്. തീർച്ചയായിട്ടും ആറ്റിലെ മണൽ വാരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ചില പരിസ്ഥിതിവാദികളാണ് ആറ്റിലെ മണൽ വാരുന്നതിനെതിരായിട്ടുള്ള കോലാഹലം പലപ്പോഴും ഉണ്ടാക്കുന്നത്. പക്ഷേ ആറ്റിലെ മണൽ വാരുകയും അതുപോലെ തന്നെ തോട്ടപ്പള്ളി സ്പിൻവേ, ആ സ്പിൻവേ തുറക്കുകയും ചെയ്യേണ്ട സമയബന്ധിതമായി തുറക്കണം. തോട്ടപ്പള്ളി സ്പിൻവേ തുറക്കുന്നതിനെതിരായി സമരം ചെയ്ത ആളുകളാണ് ഇന്ന് അധികാരത്തിലുള്ളത്. അത് നമ്മൾ ഓർക്കണം. തോട്ടപ്പള്ളി സ്പിൻവേയുടെ മുമ്പിലുള്ള മണൽ വാരിമാറ്റി ഇവിടുന്ന് പോകുന്ന വെള്ളം ഒഴുകി കടലിലേക്ക് പോകാനുള്ള വേലിയിറക്കത്തിൽ ആ സംവിധാനത്തെ തകർത്ത ഒരു സർക്കാരാണ് അന്ന് പ്രതിപക്ഷമായിരുന്നു ഇന്നിവിടെയുള്ളത്. അപ്പോൾ അടിയന്തരമായിട്ട് തോട്ടപ്പള്ളി സ്പിൻവേ തുറക്കാനുള്ള നടപടി ഇവർ ആരംഭിക്കണം. ഈ വെള്ളം ഒഴുകി പോകണം. അതോടൊപ്പം തന്നെ ഈ റൂം ഫോർ റിവർ എന്ന പദ്ധതി പ്രകാരം ആറ്റിലെ മണൽ അത് അവിടെ വാരി കരക്കിടുകയോ കരക്കിടുന്ന മണ്ണ് ആളുകൾക്ക് വിൽക്കുകയോ ചെയ്യാൻ നിയമപരമായിട്ട് സർക്കാർ തന്നെ അത് പഞ്ചായത്തുകളെ ഏൽപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ഡാമുകൾ തുറന്നിട്ടില്ല, പിന്നുള്ളത് മൂഴിയാറാണ്. മൂഴിയാറിന്റെ 10 സെന്റിമീറ്ററാണ് തുറന്നിട്ടുള്ളത് ഡാമിന്റെ ഷട്ടർ. പക്ഷേ അത് കൃത്യമായ അറിയിപ്പ് നൽകിയ ശേഷമാണെന്നാണ് മന്ത്രി, ചുമതലയുള്ള മന്ത്രി വിശിഷ്ട ഉൾപ്പെടെ പറയുന്നത്. മാത്രമല്ല മന്ത്രി സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതാണ് പറയുന്നത്. മൂഴിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കാനുള്ള മുന്നറിയിപ്പ് എന്ന് പറയുന്നത് അർദ്ധരാത്രിയാണ്, രാത്രി 1 മണിക്ക് ശേഷമാണ്. സ്വാഭാവികമായിട്ടും 3 മണി 4 മണിയാവുമ്പോൾ ആ വെള്ളം ഇവിടെ എത്തും, റാന്നി പരിസര പ്രദേശങ്ങളിലെത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അനൗൺസ്മെന്റ് ചെയ്യണ്ടേ? ഒരു അനൗൺസ്മെന്റ് ആണല്ലോ സ്വാഭാവികമായിട്ട് ചെയ്യുക. അത് പോലീസ് ചെയ്യാറുണ്ട്, റവന്യൂ അധികൃതർ ചെയ്യാറുണ്ട്. ഇവിടെ ഒരു അനൗൺസ്മെന്റും ഉണ്ടായിട്ടില്ല, ഒറ്റ അനൗൺസ്മെന്റും ഉണ്ടായിട്ടില്ല. ഇത്തവണ തന്നെ മൂഴിയാർ അണക്കെട്ട് 2 3 തവണ തുറന്നു. ഒരു തവണയിൽ അനൗൺസ്മെന്റ് ഉണ്ടായോ? പക്ഷേ തീവ്രമഴയില്ലായിരുന്നു, ആറ്റിൽ വെള്ളക്കുറവായിരുന്നു എന്നതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായില്ല. പക്ഷെ ഇവിടെ ഈ നാട് മുഴുവൻ കുത്തിയൊലിച്ച് പോയിരിക്കുകയല്ലേ. അപ്പോൾ ഇത്ര വലിയ ദുരന്തം ഉണ്ടായിട്ടും കള്ളം പറയുക എന്ന് പറയുന്നത് യാഥാർത്ഥ്യബോധത്തോടെ അല്ലല്ലോ. നമ്മുടെ നാടിനോട് നീതി പുലർത്തണ്ടേ? ഒരു മുന്നറിയിപ്പും ഉണ്ടായിട്ടില്ല. ഒരു സോഷ്യൽ ഞങ്ങൾ ഇന്നലെ ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. ഇന്നലെ അക്ഷരം മിണ്ടായിരുന്നത് ദുരന്തത്തിൽ നമ്മൾ ആളുകളെ സഹായിക്കുക, അതാണ് ഞങ്ങൾ ഇന്നലെ ഒരു അക്ഷരം മിണ്ടായിരുന്നത്. എല്ലാ രക്ഷാപ്രവർത്തനവും ചെയ്യുക. ഇവിടെ NDRF വരുന്നതിന് മുമ്പ്, ഫയർഫോഴ്സ് വരുന്നതിന് മുമ്പ്, പോലീസ് വരുന്നതിന് മുമ്പ് DYFA പ്രവർത്തകരും CPM പ്രവർത്തകരുമാണല്ലോ എല്ലാ വീടുകളിൽ നിന്ന് ആളുകളെ എത്തി രക്ഷപ്പെടുത്തിയത്. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചത് തന്നെ പുലർച്ചെയായപ്പോൾ തന്നെ എല്ലാവരെയും രക്ഷപ്പെടുത്തിയില്ലേ? അപ്പോൾ ആ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ് ഇന്നലെ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാതിരുന്നത്. ഇന്നിപ്പം വെള്ളം ഇറങ്ങി, പക്ഷേ ഗവൺമെൻറ് ഇനിയെങ്കിലും ഇടപെടണം, ഇനിയെങ്കിലും ഉണരണം, ഗവൺമെൻറ് ഉണരണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യം ഗവൺമെൻറ്റിനോട് പറയുന്നത്. 2018 ഇവിടുത്തെ കച്ചവടക്കാർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ വീടുകൾക്കും നൽകിയ ധനസഹായം ഇവിടെ ഗവൺമെൻറ് നൽകണം. റാന്നി അസംബ്ലി മണ്ഡലത്തിൽ മാത്രം ഏതാണ്ട് 35,000-ലധികം വീട്ടുകാർക്കാണ് വെള്ളം കയറി നാശനഷ്ടം ഉണ്ടായതിൻ്റെ പേരിൽ 2 ലക്ഷം 3 ലക്ഷം രൂപ ധനസഹായം നൽകിയത്. വീട് പൂർണ്ണമായി പോയവർക്കല്ല, അവർക്ക് വീട് പൂർണ്ണമായിട്ട് നൽകി. ഉണ്ടായില്ലെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മന്ത്രിമാരും മുഖ്യമന്ത്രി വിരുന്നടക്കം ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അങ്ങനെ സർക്കാർ മന്ത്രിമാരെല്ലാം ഒരുമിച്ചൊരു ഏകോപനം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണോ പ്രതിപക്ഷം പറയുന്നത്? തീർച്ചയായിട്ടും ജൂൺ മാസം മഴ ആരംഭിക്കും, ജൂലൈ മാസം വെള്ളപ്പൊക്കമാണ്. സ്വാഭാവികമായിട്ടും ജൂലൈ മാസം കഴിഞ്ഞു. നമുക്ക് കഴിഞ്ഞ തവണ ഓഗസ്റ്റിലാണ് വെള്ളപ്പൊക്കം ഉണ്ടായത്. സെപ്റ്റംബറിലൂടെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിന് മുമ്പ് ഏത് പ്രളയം ഉണ്ടെങ്കിലും മിന്നൽ വേഗത്തിൽ ഇടപെടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണ്ടേ? ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. 2018 വെള്ളപ്പൊക്കം വന്നു. അപ്പോൾ പുലർച്ചെ 6 മണിയായപ്പോൾ നേവിയുടെ 1 ഡസൻ ഹെലികോപ്റ്ററുകളാണ് ഇവിടെ ഒറ്റപ്പെട്ടു പോയ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടേക്ക് വന്നത്. ഇത്തവണ അമ്മായിയപ്പന് സമ്മാനം കൊടുക്കാൻ വേണ്ടി പോയി എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. നാണംകേടാണ്, ഒരു നാണംകേട്ട ഏർപ്പാടാണ്. ഏകോപനം ഉണ്ടാക്കണം. അപ്പോൾ സുഭിക്ഷമായിട്ടുള്ള ഏതാണ്ട് ഒരു 25-ലധികം ചിക്കനും മട്ടണും പോർക്കും എല്ലാം കൂട്ടി ആഹ്ലാദത്തോടെ ഭക്ഷണം കഴിക്കുന്ന മുഖ്യമന്ത്രിയാണ്
ഈ നാട്ടുകാർ ഇത്രയും മരണത്തോട് മല്ലടിക്കുമ്പോൾ നമ്മൾ കാണാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതും ഒരു നാണംകെട്ട ഏർപ്പാടാണ്. 2018 LDF സർക്കാരിനെതിരെ ഇതേ ഡാം തുറന്നുവിട്ട് പ്രളയം ഉണ്ടാക്കിയെന്ന ഒരു ആരോപണമുണ്ട്. വർഷങ്ങൾക്കിപ്പുറം തിരിച്ചു പറയേണ്ട സാഹചര്യമാണോ? ഒരിക്കലുമല്ല. 2018 ഞാൻ പറഞ്ഞല്ലോ, ജൂലൈ മാസം 30-ാം തീയതിയാണ് ആദ്യം നമ്മുടെ ഈ അണക്കെട്ടുകൾ തുറക്കുന്നത്. ഇടുക്കി അണക്കെട്ടും തുറന്നു. അതിനുശേഷം 6 തവണ ഈ അണക്കെട്ടുകൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തുറന്നു. ആ ദിവസങ്ങളിലെല്ലാം മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി യാതൊരുവിധ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല. മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, സർക്കാർ ഏകോപനം കൃത്യമായി നടത്തിയിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഒരാക്ഷേപവും ഞങ്ങൾ ഉന്നയിക്കത്തില്ലായിരുന്നു. ഈ ഏകോപനം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നത്. ഈ മുന്നറിയിപ്പ് നൽകാതെ അണക്കെട്ട് തുറന്നുവിട്ടു. അണക്കെട്ടുകൾ 2 അണക്കെട്ടാണ് തുറന്നുവിട്ടിരിക്കുന്നത്. ഈ അണക്കെട്ടുകൾ തുറന്നുവിട്ടത് കവിഞ്ഞു കിടന്ന പമ്പയാറ്റിൽ ഈ റാന്നി ടൗണിനെയും അതുപോലെ തന്നെ പമ്പാവാലി മുതൽ റാന്നി മുതൽ ആറന്മുള വരെ ചെങ്ങന്നൂർ വരെയുള്ള ഭൂപ്രദേശങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു പ്രളയം ഉണ്ടാകാനുള്ള കാരണം ഇത് സർക്കാർ നിർമ്മിത, സർക്കാർ സ്പോൺസേഡ് വെള്ളപ്പൊക്കം ആയതുകൊണ്ടാണ് എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായിട്ട്. അതുകൊണ്ടാണ് നമ്മുടെ കടക്കാർക്കുള്ള നഷ്ടപരിഹാരം പൂർണ്ണമായി കൊടുക്കണം, വീട്ടുകാരുടെ നഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാനുള്ള പണം കൊടുക്കണം, വീട് അറ്റകുറ്റപ്പണി അടക്കം 2018 LDF ഗവൺമെൻറ് ചെയ്തതുപോലെ അവരുടെ നാശനഷ്ടം എത്രയാണോ, 2 ലക്ഷമാണോ 3 ലക്ഷമാണോ, ആ പണം അവർക്ക് കൊടുക്കാൻ തയ്യാറാകണം. വെള്ളം കയറിയ മുഴുവൻ വീടുകൾക്കും അന്ന് കൊടുത്തതുപോലെ 10,000 രൂപ, ഒരു നഷ്ടം ഇല്ലെങ്കിൽ പോലും അന്ന് 10,000 രൂപ വെച്ച് കൊടുത്തു. ആ 10,000 രൂപ വെച്ച് അടിയന്തരമായി ഇപ്പോൾ കൊടുത്തു കഴിയേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഇതുവരെ ഈ നിമിഷം വരെ ഒരു നയാ പൈസ പോലും ധനസഹായം കൊടുത്തില്ല എന്നുള്ളത് തികച്ചും മോശപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ അംഗീകരിക്കുന്ന കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരും എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല.